ഞാൻ പറഞ്ഞല്ലോ സാറിന് മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല സാറ്. ഡൽഹി ഹൈക്കോടതി വിധിയുടെയും കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉത്തരവിന്റെയും അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 27 ഈ ഫയലൊക്കെ കാണാതാവുന്നതിനെ കുറിച്ചിട്ട് ഒരു സർക്കാർ ഉത്തരവ് സാർ വായിച്ചോ? ഞാനൊന്നും വായിച്ചിട്ടില്ല ശീതള, എനിക്കൊരു ഉത്തരവ് കിട്ടിയിട്ടുമില്ല. പിന്നെ പലരും പലതും പറയുന്നത് ഞാൻ കേട്ടു. 5 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും, പിന്നെ ഫൈൻ അടക്കേണ്ടി വരും എന്നൊക്കെ. ശരിയാണ്? അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതിന് പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം സർക്കുലറിലുണ്ടെന്ന്. എന്താണ്? നോക്കാം നമുക്ക്. മൊയ്തു സാറ് സാറിങ്ങനെ പേടിക്കാണ്ടിരിക്കുക സാറേ. അതിനുള്ള വഴി അങ്ങോട്ടെ പറ. അവിടെ ഇരിക്കേ. എന്തായി ചെയ്തണം സാറേ? നമ്മളെ വക്കീലിനെ കൊണ്ട് പിടിച്ച ആ അമിട്ട് പൊട്ടിയോ? അങ്ങ് പൊട്ടി തെറിച്ചു. എന്നിട്ട് ആളപായം ഒന്നും ഉണ്ടായില്ല. മൂപ്പരതാ കുത്തിരിക്കുന്നു. അതെ, ഇനിയിപ്പോ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് മൊയ്തു കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ചയുടെ ഉള്ളിൽ മൊയ്തുവിന് ഗ്യാസ് കണക്ഷൻ കിട്ടും. അപ്പൊ വക്കീലിന് ഇനിയും കായ് കൊടുക്കണോ? വക്കീലിന് ഇനി കാശൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മൊയ്തുവിന്റെ ഒരു ഒപ്പ് മാത്രം മതി. എത്ര ഒപ്പായി സാറേ ഇടുന്നത്? ഒപ്പ് നമ്മൾ ഇട്ടുതരാ, പക്ഷെ ഒരു ഉറപ്പ് വേണം. സിലിണ്ടർ തരാന്ന് ആ സാറ് സമ്മതിക്കണം. എന്നല്ലേ ഇപ്പൊ നമ്മുടെ സാറ് വന്നിട്ടുള്ളത്. മൊയ്തു കൂടെ വന്നേ. നമസ്കാരം. അടക്കട്ടെ സാറേ. അപ്പൊ നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേ. മൊയ്തുക്ക, അത് എന്റെ ഒരു സമയദോഷം. ഞാൻ പറയാം. വേറൊന്നുമില്ല, ഇപ്പൊ നമ്മുടെ സത്യശീലൻ സാറിന്റെ ഒരു ബന്ധുണ്ട്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം. പുള്ളിയുടെ പേര് മുഹമ്മദ് മൊയ്തു എന്നാണ്. മുഹമ്മദ് മൊയ്തു സത്യശീലിന്റെ ബന്ധുവോ? ആരും ഒരു മുദ്രയും പോലും ചേർച്ചില്ലല്ലോ. അതെ, ബന്ധു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അടുത്ത ബന്ധമുള്ള ആൾക്കാർ എന്ന് പറയല്ലോ, അങ്ങനത്തെ ഒരു ബന്ധു. അപ്പൊ അദ്ദേഹം ഈ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയായ കാരണം അവർക്കൊക്കെ പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പൊ ആ മുഹമ്മദ് മൊയ്തുവിന്റെ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ട് ഇപ്പോ മൊയ്തുവിനെ അങ്ങോട്ട് തരും. അപ്പൊ ആ മൊയ്തു എന്താക്കൂ? ആവശ്യമില്ലാണ്ട് ആ മൊയ്തുവിന്റെ ഈ മൊയ്തുവിന്റെ ആ പേപ്പർ കൊണ്ട് എടുത്തേ. ഈ പേപ്പറിൽ ഒരു വൈറ്റ് പേപ്പർ എടുക്ക്. അന്തം ഒന്നും ഇല്ലാണ്ട് വന്നിരിക്കുക. ഇവിടെ ഒരു ഒപ്പം കിടക്കണം. ഒപ്പ്. അപ്പൊ എന്നോട് സാറേ ഇതിലൊരു ഒരു പേര് ഉണ്ടാവട്ടെ. ഇതിന്റെ 18ാമത്തെ ഒപ്പാണ്. കാര്യങ്ങൾ നടക്കില്ല. ഇത്രേ ഉള്ളൂ സംഭവം. കഴിഞ്ഞ് ഇനിയിപ്പോ വർത്താനില്ല. ഇത് പോരാ ഒപ്പം? അത് പോരെ? അപ്പൊ ഇനി വേറെ കാര്യങ്ങൾ ചോദിച്ചിട്ട്, അതായത് ഇപ്പൊ ഈ ഗ്യാസ് കണക്ഷൻ കിട്ടിയല്ലോ നിങ്ങൾക്ക്, ഇനിയിപ്പോ ഈ സംശയങ്ങൾ ഉണ്ടാവും നമുക്ക്. ഇതിപ്പോ എപ്പോഴാ കിട്ടുക, അത് ആരെ കൊണ്ടുവന്നേരും, അത് എവിടെ ബുക്ക് ചെയ്യേണ്ടി, അത് സംശയമൊന്നും വേണ്ട. സമയമാകുമ്പോ ആ സാധനം ഗ്യാസ് സിലിണ്ടർ ആയിട്ട് ഇവിടെ ആൾക്കാർ വരും, അവിടെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇറക്കി തരും. അല്ലല്ല, അത് പണിക്കാർ വരണ്ട്. നമുക്ക് ഇറങ്ങാം. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വയ്യാവേലി തലയിൽ വെച്ച് കേട്ടിരുന്നു. അതേ വന്നേ, ഒരു 10,000 ഉറുപ്പ്യ ഇങ്ങോട്ട് തരണം. 10,000 ഉറുപ്പ്യോ? എന്തിനാ 10,000 ഉറുപ്പ്യ? എന്റെ കയ്യിൽ 10,000 ഒന്നുമില്ല. 15 ചോദിച്ചതാ, നമ്മൾ 10 ഒതുക്കിയതാണ്. എന്റെ കയ്യിൽ 10 ഇല്ലാന്ന്. ഒരു കേസ വന്ന അകത്തെ പോയ കാശ് എത്ര ചെലവാന്നറിയാം സാറിന്? നാളെ തരാം. അല്ല, ആരാ ഈ മുഹമ്മദ് മൊയ്തു? അത് 1-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. എന്താ കാണണോ? വേണ്ട. അല്ല, ഒന്ന് കണ്ടോ? സാറേ, ഓഫീസിൽ നിന്ന് ഒരു ഫയലാ പോയി കഴിഞ്ഞാൽ അത് പുനഃസൃഷ്ടിക്കണം നമ്മുടെ സർക്കുലറിലുണ്ട്. പുനഃസൃഷ്ടിയോ? ആരോടെ ഈ പറഞ്ഞു? സൃഷ്ടി സ്ഥിതി സംഹാരം കേട്ടോ സാറ്? അപ്പൊ നമ്മുടെ ഈ മൊയ്തുണ്ടല്ലോ, അദ്ദേഹം ആദ്യം ഒരു അപേക്ഷ അങ്ങോട്ട് സൃഷ്ടിച്ചു. എന്നിട്ട് നമ്മുടെ ഓഫീസിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് സ്ഥിതി ചെയ്തു. സാറും കുറെ ജീവനക്കാരും കൂടിയിട്ട് അത് അങ്ങോട്ട് സംഹരിച്ചു. ഇനി അത് പുനഃസൃഷ്ടിക്കേണ്ട കാര്യം ഈ പറഞ്ഞ ഇപ്പൊ പുറത്ത് കിട്ടിയാ. അപ്പൊ നമ്മുടെ മൊയ്തു ഒപ്പിട്ട് തന്നിട്ടുള്ള പേപ്പർ ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ ഗ്യാസ് കണക്ഷനുള്ള അപേക്ഷ ആദ്യം കൊണ്ട് എഴുതണം. എന്നിട്ട് അതിന്റെ മുകളിലത്തെ ഡേറ്റ് 2/6/2014 അങ്ങോട്ട് എഴുതണം. തീർന്നിട്ടില്ല. ഈ അപേക്ഷയുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കുക. എന്നിട്ട് കോടതിയിൽ നിന്ന് വന്ന ഇൻഡാസിന് ഒരു മറുപടി അയക്കണം. അതോടുകൂടെ സാറിനെതിരെ വന്ന കേസ് ഗ്യാസ് ആയിട്ട് അങ്ങോട്ട് പോയിക്കോളൂ. സയന്റിസ്റ്റ് ആണ്, സയന്റിസ്റ്റ്. സംഭവമൊക്കെ ശരിയാണ്. നാളെ ഞാൻ ലീവാണ് കേട്ടോ. ആയിക്കോട്ടെ. അല്ല, അവിടെ ലീവ് ഇങ്ങനെ കുറിച്ച് വെക്കരുത്. ഇല്ല, നീ ഒരാഴ്ചക്ക് വരണ്ട. സംശയം ഉണ്ടോ? ഇല്ലില്ല, നമ്മള് ഇവിടെ വഴി ഇത്തിരി മോശമായ കാരണം ഗ്യാസ് നമ്മള് കാളവണ്ടിയിൽ കൊണ്ടുവരണോ അതോ ടെമ്പോയിൽ കൊണ്ടുവരുന്ന ഒരു സംശയം. ഞാൻ പൈച്ചാട്ടെ. ആയിക്കോട്ടെ. മരിച്ചോട്ടെ.